നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമം നടത്തുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ പ്രധാനം ബംഗാളിൽ മമതാ ബാനർജിയാണ്. ഇത്തവണ ഈ കളി നടക്കില്ല. തെരഞ്ഞെടുപ്പ് സമയത്തെ അക്രമം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നും 15 ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല നേരിട്ട് ഏറ്റെടുക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ബംഗാളിൽ തന്നെ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് സമയത്ത് പശ്ചിമ ബംഗാളിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് തടയിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് അടുത്ത 15 ദിവസങ്ങൾ തുടർച്ചയായി താൻ പശ്ചിമ ബംഗാളിൽ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സുവേന്ദു അധികാരിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം നന്ദിഗ്രാമിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ നേരിട്ട് വെല്ലുവിളിച്ചാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചൂടേറിയ നിലയിലെത്തിയിരുന്നു. ഭരണകക്ഷിയായ TMCയും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ഈ സാഹചര്യത്തിൽ സുവേന്ദു അധികാരിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി നന്ദിഗ്രാമിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ നേരിട്ട് വെല്ലുവിളിച്ച് ഒരു പ്രധാന പ്രഖ്യാപനം നടത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല നേരിട്ട് ഏറ്റെടുക്കാൻ അടുത്ത 15 ദിവസം തുടർച്ചയായി പശ്ചിമ ബംഗാളിലേക്ക് അമിത്ഷാ എത്തും. തെരഞ്ഞെടുപ്പ് കാലയളവിൽ 15 ദിവസം ബംഗാളിൽ തന്നെ തങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സുവേന്ദു അധികാരിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായാണ് ഞാൻ ഇവിടെ പ്രത്യേകമായി വന്നത്. സുവേന്ദുവിന്റെ വിജയം ബംഗാളിൽ മാറ്റത്തിന് അടിത്തറയിടും. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ ദീദി പരാജയപ്പെട്ടപ്പോഴും ഇത്തവണ ഭവാനിപൂരിൽ മാത്രമല്ല മുഴുവൻ ബംഗാളിലും അവർ പരാജയപ്പെടും. സുവേന്ദു അധികാരിയുടെ നാമനിർദ്ദേശം ബംഗാളിൽ TMCയുടെ പതനത്തിന് തുടക്കമാണ്. നന്ദിഗ്രാമിലെ ജനങ്ങൾ ഇത്തവണയും ചരിത്രം ആവർത്തിക്കും. മമതാ ബാനർജിക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വാതിൽ അവർ തുറന്നു കൊടുക്കും. ഞാൻ ബംഗാൾ മുഴുവൻ പര്യടനം നടത്തി. ഞാൻ എവിടെ പോയാലും മമതാ ബാനർജിക്ക് വിട പറയുക എന്ന ഒറ്റ ശബ്ദം പ്രതിധ്വനിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാൾ ബംഗാളിൽ പര്യടനം നടത്തിയാലും ഏതെങ്കിലും പ്രത്യേക സ്ഥലം സന്ദർശിച്ചാലും എല്ലായിടത്തും ഒരേ വികാരം കേൾക്കുന്നുണ്ട്. നിലവിലെ സർക്കാരിനെ പുറത്താക്കുകയും മമതാ ബാനർജിക്ക് അന്തിമ യാത്രയയപ്പ് നൽകുകയും വേണം എന്നതാണ് അതെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു. ബംഗാളിലെ ജനങ്ങൾ TMCയുടെ കൊള്ളയടിക്കലും ഗുണ്ടാ സംഘവും കൊണ്ട് പൂർണ്ണമായും മടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് യുവാക്കൾ വ്യാപകമായ തൊഴിലില്ലായ്മയും ദിവസേന സംഭവിക്കുന്ന പതിവ് ബോംബ് സ്ഫോടനങ്ങളും മൂലം ദുരിതത്തിലാണ്. സംസ്ഥാനത്തുടനീളമുള്ള തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങൾ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും തകർത്തു. കൂടാതെ TMC സർക്കാർ നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. BJP അധികാരത്തിൽ വന്നാൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുമെന്നും വികസനത്തിന്റെ ഒരു പുതിയ തരംഗം ആരംഭിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു. ഏതായാലും ഇനി മമതയുടെ കളികൾ അത്ര കണ്ട് ഫലിക്കില്ല എന്ന് ഉറപ്പ്. അതാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നതും.